കൊയ്ത്തുകാലത്തെ മഴയെ തുടർന്നുണ്ടാകുന്ന നെല്ലിലെ ജലാംശ വർധനവിനും തന്മൂലമുള്ള വിലയിടിവിനും പരിഹാരവുമായി എത്തുകയാണ് പഞ്ചാബിലെ മതാരു എന്ന യന്ത്രനിർമ്മാതാക്കൾ. ട്രാക്ടറിൽ ഘടിപ്പിച്ച് എവിടെയും കൊണ്ടുപോകാവുന്ന ഒരു മോഡലും മില്ലുകൾക്ക് യോജിച്ച സ്ഥിരമായി സ്ഥാപിക്കാവുന്ന ഇലക്ട്രിക് മോഡലുമാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത്. ട്രാക്ടർ ഡ്രോബാറിൽ ഘടിപ്പിച്ച് ട്രെയിലർ പോലെ ഈ യന്ത്രം വയലുകളിൽ നിന്ന് വയലുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ചൂടുവായു ഉപയോഗിച്ച് നെല്ലിലെ ജലാംശം നീക്കം ചെയ്യുന്ന ഒരു ഡ്രയറാണ് ഈ യന്ത്രം. വായു ചൂടാക്കുന്നതിനായി ഒരു ഡീസൽ ബർണർ പ്രയോജനപ്പെടുത്തുന്നു. ഒരു ബ്ലോവർ ഉപയോഗിച്ച് ചൂടുവായു യന്ത്രത്തിൻ്റെ ധാന്യ ടാങ്കിലേക്ക് ഊതിയാണ് ടാങ്കിലേക്ക് ചിതറി വീഴുന്ന നെല്ലിലെ ജലാംശം നീക്കം ചെയ്യുന്നത്. ബർണറിലേക്ക് ആവശ്യമായ ഡീസൽ സംഭരിക്കാനായി 200 ലിറ്റർ ശേഷിയുള്ള ടാങ്കും യന്ത്രത്തിനുണ്ട്. ധാന്യ ടാങ്കിലേക്ക് നെല്ലെത്തിക്കുന്നതിനും നെല്ലിനെ ഉണങ്ങുവോളം വീണ്ടും വീണ്ടും ടാങ്കിലേക്ക് വീഴ്ത്തുന്നതിനും ഉണങ്ങിക്കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുക്കുന്നതിനും സ്ക്രൂ കൺവെയറുകളും ബക്കറ്റ് കൺവെയറുകളും ഉണ്ട്. ട്രാക്ടർ PTOയിൽ നിന്ന് ശക്തി സ്വീകരിച്ചാണ് ഈ കൺവെയറുകളും ബ്ലോവറുകളും പ്രവർത്തിക്കുന്നത്. ഫീഡിംഗ് ഓഗറിലേക്കാണ് തൊഴിലാളികൾ കൊയ്തുമെതിച്ച നെല്ല് കോരിയിടേണ്ടത്. ഹോപ്പറുകൾ ഉള്ള തരം ഫീഡിംഗ് ഓഗറുകളിലേക്ക് ചാക്കുകളിൽ നിറച്ച ധാന്യം നേരെ ചെരിഞ്ഞ് നിറയ്ക്കുവാൻ കഴിയും. ധാന്യക്കൂനയിലേക്ക് താഴ്ത്തി വയ്ക്കാവുന്ന തരം ഫീഡിംഗ് ഓഗറുകളും ചില മോഡലുകളിൽ ലഭ്യമാണ്. നെല്ലുണക്കുന്നതിനായി ലോഡിങ്ങിനും അൺലോഡിങ്ങിനും വേണ്ട തൊഴിലാളികൾ മാത്രം മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 1.5 മുതൽ 2 മണിക്കൂർ കൊണ്ട് ഒരു ബാച്ച് നെല്ലുണക്കാൻ കഴിയും. 20 ക്വിൻ്റൽ നെല്ലാണ് ഒരു ബാച്ചിൽ ഉണക്കാൻ കഴിയുന്നത്. ഡ്രയറിലെ ബ്ലോവറും മറ്റ് കൺവെയർ സിസ്റ്റങ്ങളും പ്രവർത്തിക്കുന്നതിന് 20 HP പവർ ആവശ്യമുണ്ട്. ഇലക്ട്രിക് മോട്ടോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 15 kW മോട്ടോർ മതിയാകും. ട്രാക്ടർ PTOയിൽ നിന്ന് പവർ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് 35 HP ഒരു ട്രാക്ടർ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. ഊഷ്മാവ്, ജലാംശം എന്നിവ തത്സമയം അറിയുവാനുള്ള സംവിധാനങ്ങളും ഈ യന്ത്രത്തിൽ ഉണ്ട്. യന്ത്രത്തോടൊപ്പമുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ബോക്സിൽ ഡിജിറ്റൽ ടെമ്പറേച്ചർ ഡിസ്പ്ലേ, നീക്കം ചെയ്യുന്നു. താഴെ വീഴുന്ന നെല്ല് മറ്റൊരു സ്ക്രൂ ഓവറിലൂടെ വീണ്ടും ബക്കറ്റ് എലിവേറ്ററിലെത്തി നിർദ്ദിഷ്ട ജലാംശം എത്തുന്നതുവരെ വീണ്ടും വീണ്ടും ടാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ജലാംശം ആവശ്യമായ അളവിലെത്തിയാൽ നെല്ല് ഔട്ട്ലെറ്റ് ഓഗറിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നു. ഈ നെല്ല് ചാക്കിലോ കണ്ടെയ്നറിലോ നമുക്ക് സംഭരിക്കാൻ കഴിയും. ടാങ്കിനടിയിലെ നെല്ലിൻ്റെ ജലാംശം തത്സമയം അറിയാൻ കഴിയുമെങ്കിൽ കൂടിയും ഡ്രയർ പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെ സാമ്പിളുകൾ എടുത്ത് ജലാംശം പരിശോധിക്കുവാനും ഈ യന്ത്രത്തിൽ കഴിയുന്നു. നിർദ്ദിഷ്ട ജലാംശം എത്തിയാൽ ഔട്ട്ലെറ്റ് ഓഗർ പ്രവർത്തിപ്പിച്ച് നെല്ല് പുറത്തെടുക്കാം.
നെല്ലിൽ ജലാംശം 17% അധികരിക്കരുത് എന്നാണ് മാനദണ്ഡം. ജലാംശം കൂടിയ നെല്ലിന് വില കുറവാണ് കിട്ടുന്നത്. മഴയിൽ കൊയ്ത്ത് നടക്കുമ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ജലാംശം അധികരിക്കാറുണ്ട്. അവസരം മുതലാക്കി മില്ലുടമകളും മറ്റ് ഇടനിലക്കാരും കർഷകരെ ചൂഷണം ചെയ്യുന്നതും പതിവാണ്. എന്നാൽ നെല്ലുണക്കാനുള്ള യന്ത്രത്തിൻ്റെ വരവ് കർഷകർക്ക് ഏറെ ആശ്വാസകരമാണ്. നല്ല വെയിൽ ലഭിച്ചില്ലെങ്കിൽ പോലും പാടശേഖരത്തിൽ വെച്ച് തന്നെ നെല്ലുണക്കുവാനും സർക്കാർ നിശ്ചയിച്ച വിലയിൽ ഒട്ടും കുറയാതെ വിൽപ്പന നടത്തുവാനും ഇനി അവർക്ക് കഴിയും. 8.5 ലക്ഷം രൂപയാണ് ഈ ഡ്രയറിൻ്റെ ഏകദേശ വില. എല്ലാ കർഷകർക്കും എല്ലായ്പ്പോഴും ആവശ്യം വരാത്ത ഈ യന്ത്രം വാങ്ങി മിതമായ വാടകയ്ക്ക് കർഷകർക്ക് തന്നെ ലഭ്യമാക്കുവാൻ കൃഷിവകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഡീസൽ ബർണറാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ യന്ത്രത്തിൻ്റെ മറ്റൊരു പരാധീനത. ഇത് ചിലവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പരിസര മലിനീകരണം കൂടി ഉണ്ടാക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മെച്ചപ്പെട്ടതും ചിലവ് കുറഞ്ഞതുമായ ഒരു ഹീറ്റിംഗ് രീതികൾക്കായി ശ്രമങ്ങൾ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഡ്രയറിനെ കുറിച്ച് കൂടുതലറിയാൻ തന്നിരിക്കുന്ന മേൽവിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. കേരളത്തിൽ യന്ത്രം വാടകയ്ക്ക് നൽകുന്നവരുടെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട്.